الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ألهمني رشدي وأعذني من شر نفسي ومن شر عبادك. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في قرآنه المجيد: إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. وقال النبي صلى الله عليه وسلم: كل أمتي يدخلون الجنة إلا من أبى. قيل: ومن يأبى يا رسول الله؟ قال: من أطاعني دخل الجنة ومن عصاني فقد أبى. أو كما قال عليه الصلاة والسلام. ബഹുമാനികളായ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഈ ലോകത്തൊരു ചുരുങ്ങിയ കാല ജീവിതം നൽകിയിരിക്കുകയാണ്. പടച്ചവൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണിത്. ഈ ചുരുങ്ങിയ കാല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, പടച്ചവനെ മനസ്സിലാക്കാനാണ്. അത് ഏത് വഴിയിലൂടെ മനസ്സിലാക്കണം? ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത വഴിയിലൂടെ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഹമ്മദിൽ കൂടി പറയുന്നുണ്ട്: ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും അള്ളാഹു ഒരുവനാണ്. ഇതറിയണം, അള്ളാഹുവിനെ അറിയണം. നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അതാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉടനീളം ഇത് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഈ ലോകത്ത് മുഴുവൻ വസ്തുക്കളെ കുറിച്ചും അറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മളുടെ വസ്ത്രങ്ങൾ, വീട്, വാഹനം, ഇതിനെക്കുറിച്ച് ഇതിന്റെ മുഴുവൻ ഫീച്ചേഴ്സും നമുക്കറിയാം. പക്ഷെ സൃഷ്ടിച്ചവനായ, ഇതിനെ സൃഷ്ടിച്ച, അല്ല, ഈ ഉപകരണങ്ങളെയൊക്കെ സൃഷ്ടിച്ച മനുഷ്യൻ, അവനെയും സൃഷ്ടിച്ച, അവനിക്ക് ബുദ്ധി നൽകിയ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിയില്ല. സത്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മളടുത്തൊരു 5 മിനിറ്റ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അശക്തരായി പോവുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് പറയാൻ നമുക്ക് വാചാലതയാണ്. അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിനെ അറിയലാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്: വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരാളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അവനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് അവനെ ആരാധിക്കലാണ്. അറിഞ്ഞ് ആരാധിക്കേണ്ടത് ഏത് വഴിയിലൂടെയാണ്? അത് നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ അല്ല. ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു വലാ തത്തബിഉസ് സുബുൽ. ഖുർആൻ വീണ്ടും പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയിപ്പിക്കുന്നു: ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ ചൊവ്വായ വഴി. നബി തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് പറയുന്നു, ഇതാണ് ചൊവ്വായ വഴി. ഫത്തബിഉഹു, നിങ്ങൾ ആ വഴിയെ പിൻപറ്റിക്കൊള്ളും. തങ്ങൾ കാണിച്ചു തന്ന എന്താണോ അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലാ തത്തബിഉസ് സുബുൽ, പക്ഷേ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായി കുറെ വഴികൾ കാണും, കുറെ മാർഗങ്ങൾ കാണും. അതൊന്നും നിങ്ങൾ പിൻപറ്റരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഒരു മനുഷ്യൻ അവനിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ അവന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ അവൻ കഴിക്കുന്ന ആഹാരം, പരിശുദ്ധ ഖുർആൻ പറയുന്നു: ഫൽയൻദുറിൽ ഇൻസാന ഇലാ തആമി, അവൻ അവന്റെ ആഹാരത്തിലേക്ക് നോക്കുന്നില്ലേ? അന്നാ സബബിനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർദ ശഖ്ഖ. അല്ലാഹുവാണ് മഴയിറക്കിയത്, ഭൂമിയെ കീറിയത്, അതിൽ നിന്ന് ധാന്യങ്ങൾ പൊന്തിച്ചത്. ഇതെല്ലാം അല്ലാഹുവാണ്, വേറൊരാൾക്കും സാധിക്കുകയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കില്ല, ആ ധാന്യം അത് മുളച്ചു വരുമ്പോഴുള്ള അതിന്റെ ഇല എത്രത്തോളം മൃദുലമാണ്, എത്രത്തോളം നൈസാണത്. പക്ഷെ അത്
നമ്മൾ പിക്കാസിട്ട് അല്ലെങ്കിൽ മമ്മട്ടിയിട്ട് വെട്ടുമ്പോൾ പിളക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആ ഭൂമിയിലൂടെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا. അങ്ങനെ ഈത്തപ്പഴം പോലെ അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങൾ പോലെ ധാരാളം വസ്തുക്കളെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട്, വആയതുൽ ലഹും അൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. അള്ളാഹു പറയുന്നു വആയതുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ്. ആർക്ക്? അള്ളാഹുവിനെ മനസ്സിലാക്കാതെ ജീവിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. അൽ അർദുൽ മൈതത്തു, നിർജീവമായ ഭൂമി. നമ്മൾ എന്ന് പോകുന്ന സൂറത്താണ്. അൽ അർദുൽ മൈതത്തു, നിർജീവമായ ഭൂമി. അഹ്യൈനാഹ, അതിനെ സജീവമാക്കി. ആരാണ് സജീവമാക്കിയത്? ആരാണ്? അള്ളാഹ്. പറയുന്നു അള്ളാഹുവാണ് സജീവമാക്കിയത്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. അതിൽ നിന്ന് അള്ളാഹു ധാന്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. ഈ ധാന്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ്. നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ നിശ്ചലനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ മുഴുവനും അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. ഒരു കാര്യം പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് മാറ്റി ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ധാരാളം ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വൽ അർദ്. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു ആകാശഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെ കുറിച്ചും മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവരാണ് അല്ലാഹു. മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ചാലും എന്നിട്ട് അല്ലാഹു തുറന്നു പറയുന്നത് തന്നെയാണ്, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ. സൂറത്തുൽ മുജാദില, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ. മൂന്നാൾ കൂടി ഒരു രഹസ്യ സംഭാഷണം നടത്തി. മൂന്നാൾ കൂടി ഒരു രഹസ്യ സംഭാഷണം. രഹസ്യ സംഭാഷണത്തിന്റെ ഗുണം എന്താണ്? ആരും അറിയരുത്. നമ്മൾ ഉള്ളിൽ തന്നെ ഇത് നിലനിൽക്കണം, വേറെ അങ്ങോട്ട് പുറത്തോട്ടും പോകരുത് എന്ന രീതിയിലാണ് രഹസ്യ സംഭാഷണങ്ങൾ നടത്താറ്. മിൻ നജ്വാ സലാസത്തിൻ, അല്ലാഹു പറയുന്നു, ഇല്ലാ ഹുവ റാബിഉഹും. നിങ്ങൾ നടത്തുന്ന മുഴുവൻ സംഭാഷണങ്ങളും മുഴുവൻ പ്രവർത്തികളും ഇല്ലാ ഹുവ റാബിഉഹും, മൂന്ന് കഴിഞ്ഞ് നാലാമനായി അല്ലാഹു ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. ഇല്ലാഹു റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാഹു സാദിസുഹും. ഇനി 5 പേരായിക്കൊള്ളട്ടെ, അതിൽ 6ാമനായി അള്ളാഹു ഉണ്ട്. അള്ളാഹു മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കണം. ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഈ ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ സാഹചര്യങ്ങളും അള്ളാഹുവിനെ അനുസരിക്കൽ നമുക്ക് എളുപ്പമായി തീരും. വലാ ഖംസത്തിൻ ഇല്ലാഹു റാബിഉഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും. എണ്ണം 1, 2, 3, 4 കൂടട്ടെ കുറയട്ടെ, പക്ഷേ അല്ലാഹു ഇത് മുഴുവൻ അറിയുന്നുണ്ട്. ഇല്ലാ ഹുവ മഅഹും, നിങ്ങളോടൊപ്പം ആരുണ്ട്? അല്ലാഹു ഉണ്ട്. ഇല്ലാ ഹുവ മഅഹും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഐനമാ കാനൂ, നിങ്ങൾ എവിടെയും ആയിക്കൊള്ളട്ടെ. പിന്നൊരു വാക്കല്ല പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ ഇടുത്തിയായി പെയ്തിറങ്ങേണ്ട വാക്കാണ്. നമ്മുടെ മനസ്സ് പിടിച്ചുലക്കേണ്ട വാക്കാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു. നിങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹു നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇന്ന് നമ്മളൊരു കാര്യം ചെയ്തു, ഒരു കാര്യം പ്രവർത്തിച്ചു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിഷേധിക്കാം, ഞാനൊന്നും ചെയ്തിട്ടില്ല, എങ്ങനെങ്കിലും ഊരിപ്പോകാൻ പറ്റും. അള്ളാഹുവിന്റെ അടുക്കലും അങ്ങനെ ഊരിപ്പോകാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അള്ളാഹു മുഴുവൻ കാര്യങ്ങളും അറിയുന്നവരാണ്. അവൻ പറയുന്നു, സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു. നിങ്ങളെ അറിയിപ്പിച്ചു തരുമെന്നല്ല, തഫ്സീർ ഉലമാക്കൾ എഴുതുന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ. ആ ദിവസം, ഖിയാമത്തിന്റെ ദിവസം, അല്ലാഹു നാം ചെയ്ത മുഴുവൻ കർമ്മങ്ങളെയും നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കും. അല്ലാഹു അക്ബർ. എന്താ അവസ്ഥയായിരിക്കും? ഞാൻ പറയുന്നത് പോലും തികഞ്ഞിട്ടില്ല. എന്റെ മനസ്സിലേക്ക് ആദ്യം ഇറങ്ങാൻ വേണ്ടി പറയുകയാണ്. സുമ്മ യുനബ്ബിഉഹും ബിമാ അമിലു യൗമൽ ഖിയാമ ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അറിയുന്നവനാണ്. ആവർത്തിച്ച് ആദ്യം ഒന്ന് പറഞ്ഞു, വീണ്ടും അല്ലാഹു എടുത്ത് പറയുകയാണ്, അല്ലാഹു അറിയുന്നവനാണ്. ഈ അവസ്ഥ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ മുഴുവൻ അവസ്ഥകളിലും അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പടച്ചവനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, അല്ലാഹുവേ മാലികൽ മുൽക്ക്, മുഴുവൻ അധികാരങ്ങളുടെയും അധികാരിയായ അള്ളാഹുവേ. ഇന്ന് നമുക്ക് അധികാരം വലിയ ക്രെഡിറ്റ് ആണ്, എന്തെങ്കിലും ഉത്തരവാദിത്തം വലിയ ക്രെഡിറ്റ് ആണ്. ഇല്ല, അള്ളാഹു പറയുന്നു, മാലിക്കൽ മുൽക്ക്, മുഴുവൻ അധികാരികളെയും അധികാരി അള്ളാഹുവാണ്. തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അധികാരം നൽകുന്നത്. നമ്മുടെ ചലനവലികൾ കാരണമല്ല, പടച്ചവന്റെ തീരുമാനമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്.
അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അതിൽ മാറ്റിക്കളയുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഉന്നതിയിലാക്കും, അഥവാ അന്തസ്സിലാക്കും. അന്തസ്, ഒരു മനുഷ്യൻ വലിയ അന്തസ്സിലാണ്, വലിയ പേരിലാണ്. ഒരു ചെറിയ വാർത്ത മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരു ചെറിയ വാർത്ത മതി, അത് നഷ്ടപ്പെട്ടു പോകാൻ, ഇല്ലാതായി പോകാൻ, കൊട്ടാരം പോലെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് തകർന്നു പോകാൻ ഒരു ചെറിയ വാർത്ത മതി. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ക്രെഡിറ്റുകളും നമ്മുടെ മുഴുവൻ പേരുകളും നഷ്ടപ്പെട്ടു പോകും. ഇല്ല, ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ അള്ളാഹു തീരുമാനിച്ചാൽ അള്ളാഹു അതിനും കഴിവുള്ളവനാണ്. മുഴുവൻ നന്മകളും അള്ളാഹുവിന്റെ കൈവശമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. അവൻ തരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു മുഴുവൻ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഇനി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തെ കുറിച്ച് അള്ളാഹു പറയുന്നു, തൂലിജുൽ ലൈല ഫിൻ നഹാർ വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അള്ളാഹു ചിലപ്പോൾ പകലിനെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കും, അപ്പോ പകൽ കുറയും. ചിലപ്പോ രാത്രിയെ പകലിലേക്ക് പ്രവേശിപ്പിക്കും, അപ്പൊ രാത്രി കുറയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ وتخرج الميت من الحي وترزق من تشاء بغير حساب. അല്ലാഹു ജീവനുള്ളതിൽ നിന്ന് മയ്യത്തിനെ കൊണ്ടുവരും, മയ്യത്തിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരും. ഇതിന് മുഴുവനും കഴിവുള്ളവനാണ് അല്ലാഹു. എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിവുള്ളവനാണ്. ഈ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ പടച്ചവനെ കുറിച്ചാണ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പാതിരാത്രികൾ ഈ അല്ലാഹുവിനോട് ആവശ്യങ്ങൾ പറയണം, അള്ളാഹുവിന്റെ ആവശ്യങ്ങൾ പറയണം. അള്ളാഹു രാത്രിയുടെ 3 അവസാനത്തെ സമയത്ത് ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവന്റെ സൃഷ്ടികളിലേക്ക് പ്രകടമായിക്കൊണ്ട് അള്ളാഹു പറയും, ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ ഞാൻ നൽകാം. അള്ളാഹു പറയുകയാണ്. സൂറത്ത് സജ്ദയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങൾ, അതിനു മുമ്പ് സജ്ദയിലെ ആയത്താണ്. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ട് പറയുന്നു, അവർ അവരുടെ പുതപ്പുകളെ, അവരുടെ പാർശ്വങ്ങളെ, ശരീരങ്ങളെ പുതപ്പിൽ നിന്ന്, കിടക്കയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് യദ്ഊന റബ്ബഹും, അവരുടെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിനെ വിളിച്ചവർ ദുആ ചെയ്യും, പടച്ചവനോട് ആവലാതി പറയും. എന്താണ് പറയുന്നവരുടെ ഗുണം? ഖൗഫൻ വ തമഅ. ഒന്ന്, അള്ളാഹുവിനെ ഭയമുണ്ടാകണം. പടച്ചവനെ, ഞാൻ എൻ്റെ ജീവിതം ഇത്ര നാൾ കഴിഞ്ഞു, 10, 20, 25, 40, 50, 60 വയസ്സുകൾ കഴിഞ്ഞു. പടച്ചവനെ, നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമോ? എന്തെല്ലാം തെറ്റുകൾ വന്നു. അതുകൊണ്ട് ആ ഭയമുണ്ടാകണം. യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ. എന്നാൽ അതിരറ്റ പ്രതീക്ഷയും ഉണ്ടാകണം. പടച്ചവനെ, നീ കരുണയുള്ളവനാണ്. ഞാൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും ശരി, പടച്ചവൻ നീ എന്നിലേക്ക് പാപമോചനം നൽകുന്നവരാണെന്ന ചിന്ത, അത്രയും പ്രതീക്ഷയോടുകൂടിയും വേണം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. വഹ്ശി എന്നൊരു സഹാബി, അദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ബന്ധുവും ഒക്കെ ആയിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കൊല ചെയ്യുകയുണ്ടായി ചതിയിലൂടെ. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കാരണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാതെ വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി മനസ്സിന്. നമുക്ക് തന്നെ അറിയാം, നമ്മളോട് ഏറ്റവും അടുത്ത ഒരാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന, ഉപദ്രവിക്കുന്നവരെ കുറിച്ച് നമ്മുടെ മനസ്സിലും പ്രയാസം ഉണ്ടാകാറുണ്ട്. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലും ബുദ്ധിമുട്ട്, പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം കുറെ നാളുകൾക്ക് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരാകുകയുണ്ടായി, വേറെ വേഷത്തിൽ. എന്നിട്ട് തങ്ങളോട് ചോദിച്ചു, വഹ്ശിക്ക് പുറത്തു കൊടുക്കുമോ? വഹ്ശിക്ക് പുറത്തു കൊടുക്കുമോ? വഹ്ശി ഇത്രത്തോളം ചതിയിലൂടെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. ശേഷം അദ്ദേഹത്തിന്റെ കരള് എടുത്ത് ചവച്ച് വേറെ കോലങ്ങളൊക്കെ കാണിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, നമ്മൾ ജീവിതത്തിൽ മുഴുവൻ, നമ്മുടെ ജീവിതം, എന്റെ ജീവിതം 10-30 വയസ്സ് കഴിഞ്ഞു. അള്ളാഹുവിന് എത്രത്തോളം നമ്മൾ അനുസരിച്ചു, പടച്ചവന് എത്രത്തോളം അനുസരണക്കേട് കാണിച്ചു, ഒന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു. മുഴുവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. എന്റെ ഈ കൈ അനക്കുന്നത് പടച്ചവന്റെ അനുഗ്രഹമാണ്.
ഈ നാക്കിട്ടടിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഒരു ഞരമ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മതി, ഒരു ഞരമ്പിന്, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് ഉമ്മമാർ പറയും ഒരു രോമക്കൊത്തുവിന് ഒരു വേദന വന്നാൽ പിന്നെ മനുഷ്യനൊന്നും കൊള്ളൂല എന്ന് പറയാം. ഒരു ചെറിയ പ്രശ്നം മതി, നമ്മൾ ബുദ്ധിമുട്ടായി, പ്രയാസമായി, ടെൻഷനായി. ഇത്രത്തോളം അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത്ര ആഫിയത്ത് നൽകി അള്ളാഹു, ഇത്ര വലിയ സുഹത്ത് നൽകി, ആരോഗ്യം നൽകി. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് അക്രമം പ്രവർത്തിച്ചവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിനോട് അതിർലംഘനം കാണിച്ച എന്റെ അടിമകളെ, അങ്ങനെ കാണിച്ചവരെ അള്ളാഹു വിളിക്കുകയാണ് എന്റെ അടിമകളെ. അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണ് സഹോദരങ്ങളെ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്തെന്ന് പറഞ്ഞാലും, എത്ര വലിയ കൊടും പാപം ചെയ്തെന്ന് പറഞ്ഞാലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങളുടെ സൃഷ്ടാവായ, ഉടമസ്ഥനായ, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങളെ ഹൃദയം ഇടിപ്പിക്കുന്ന, നിങ്ങളുടെ കൈകാലുകൾ ചലിപ്പിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരായി പോകരുത് കേട്ടോ. നിങ്ങൾ എത്ര വലിയ ഒരു 100 പേരെ കൊന്ന ഒരു സഹാബി, ഒരു മനുഷ്യന്റെ ചരിത്രം കിതാബുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഖബർ തോണ്ടി അതിലുള്ള സാധനങ്ങൾ എടുത്ത് വിൽക്കുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം വരുന്നുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മഹാന്മാർ ഈ ആയത്തിനെ ഉദ്ധരിക്കാറുണ്ട്. ഇത്രത്തോളം വലിയ പാപങ്ങൾ ചെയ്താലും അള്ളാഹ് പറയാണ് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒന്ന് ആലോചിച്ച് നോക്കി, പടച്ചവനല്ലാതെ വേറെ പുറത്തു തരാം? വേറെ എവിടെ പോയി ചോദിക്കുക? അള്ളാഹു പുറത്തു തരാൻ കാത്തിരിക്കുകയാണ്. അടിമയെ എന്നോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ വിളിക്കുന്നത് അള്ളാഹുവിന് അതിയായ ഇഷ്ടമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു ഏറ്റവും കൂടുതൽ പാപങ്ങൾ പുറത്തു വരുന്നവനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു. ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി, നമ്മുടെ താരീമിന്റെ കിതാബുകളിലൊക്കെ വരുന്ന ദുആയാണ്, തങ്ങളോട് അവലാതി പറഞ്ഞു അദ്ദേഹത്തിന്റെ പാപങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പാപങ്ങളുടെ ആധിക്യത്തെ കുറിച്ച് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവലാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പറയാൻ പറഞ്ഞു. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഅ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. ഇത്രയേ ഉള്ളൂ. അല്ലാഹുമ്മ, അല്ലാഹുവേ, മഗ്ഫിറതുക, നിന്റെ പാപമോചനം, ഔസഉ മിൻ ദുനൂബി, എന്റെ പാപങ്ങളെക്കാൾ വിശാലമായതാണ്. ഞാൻ എത്രയോ കൊടും പാപിയാണ്, ജീവിതകാലം മുഴുവൻ ഞാൻ പാപം ചെയ്തു. പക്ഷെ നിന്റെ പാപമോചനമോ അതിനേക്കാൾ വിശാലമായതാണ്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി. എന്നിട്ട് അടുത്ത വാക്ക് വറഹ്മതുക, വിനയത്തിന്റെ വാക്ക്, വറഹ്മതുക, നിന്റെ കാരുണ്യം, നിന്റെ അനുഗ്രഹം, അർജാ ഇൻദി മിൻ അമലി, ഞാൻ വലിയ മൗലാനയാണ്, ഞാൻ വലിയ പ്രവർത്തകനാണ്, ദീനിയാണ്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ദുആക്കാരാണ്, പക്ഷേ വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി, പടച്ചവനെ, എന്റെ കർമ്മങ്ങളെക്കാൾ എനിക്ക് പ്രതീക്ഷ നിന്റെ കാരുണ്യത്തിലാണ്. എന്റെ പ്രവർത്തനങ്ങളെക്കാൾ ഞാൻ 1,00,000 രൂപ ഹദിയ ചെയ്തു, ദാനം ചെയ്തു, കുറെ ആൾക്കാരെ സഹായിച്ചു, നമസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, ഇതിന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്നിട്ടും ആ മനുഷ്യൻ അള്ളാഹുവിനോട് വിനയത്തോടു കൂടി പറയുകയാണ് വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി, പടച്ചവനെ, നിന്റെ കാരുണ്യമാണ് എനിക്ക് നാളെ പ്രതീക്ഷ. എന്റെ കർമ്മത്തിൽ യാതൊരു പ്രതീക്ഷയില്ല. അത് സ്വീകരിക്കപ്പെട്ടതാണോ അതോ തള്ളപ്പെടുന്നതാണോ? എന്റെ നമസ്കാരങ്ങൾ കൈകെട്ടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന എന്റെ നമസ്കാരം എന്റെ മുഖത്തേക്ക് തന്നെ പഴംതുണി പോലെ അറിയപ്പെടുന്നതാണോ? അറിയില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, അവരുടെ നമസ്കാരത്തിൽ, നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ഞാൻ എന്റെ നമസ്കാരത്തെ കുറിച്ച് കൈ കെട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സലാം പറഞ്ഞാൽ മതി എന്നാണ് നമ്മുടെ ചിന്ത. എന്റെ ചിന്താതി പറഞ്ഞത്. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പടച്ചവന് നന്ദി രേഖപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളാക്കി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച്, പടച്ചവന്റെ റഹ്മത്തിലാണ് എനിക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിക്ക് പറഞ്ഞു കൊടുത്തു. 3 വട്ടം പറയിപ്പിച്ചു സഹാബിയെ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാവങ്ങൾ പുറത്തിരിക്കുന്നു. നിന്റെ അത്ര പവറുള്ള ദുആയാണ്. അല്ലാഹുമ്മ, പ്രത്യേകിച്ച് നബിതങ്ങളുടെ വാക്കുകൾ, നമ്മൾ സ്വന്തമായി പറയുന്ന ദുആക്കളെക്കാൾ നബിതങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ, അതിന് ബറക്കത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം വേറെയാണ്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. ഒറ്റയ്ക്കിരുന്ന്
ഒരു മൂലയിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി എന്ന് പറഞ്ഞു നോക്കിൽ സ്വന്തമായി കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. തീർച്ചയാണ്, ഉറപ്പായിട്ടും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറഞ്ഞ സമയങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയണം, കൂടിയിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയണം. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരസ്പരം കേൾക്കണം. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ അള്ളാഹിനെ പറ്റി പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം നടുങ്ങും. സമയം തീരാറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? നടുങ്ങും പടച്ചവനെ കുറിച്ച് പറയപ്പെട്ടാൽ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഈമാൻ വർദ്ധിക്കാനുള്ള വഴി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, പടച്ചവന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കുറഞ്ഞ സമയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാൻ, പടച്ചവനെ കുറിച്ച് സ്മരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും നമ്മുടെ സമയങ്ങളെ ഒഴിവാക്കിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ ഞങ്ങളുടെ പാവങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. നാം പാവികളാണെന്ന ചിന്ത നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുത്താനുള്ള ചിന്ത അള്ളാഹു നാം ഓരോരുത്തരും ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.